കളിയും ചിരിയും കഥ പറച്ചിലും പാട്ടും സ്വിമ്മിംഗ് പൂളുള്ള കുളിയും അതുപോലെ തന്നെ എല്ലാം കഴിഞ്ഞ് ചിക്കൻ ചുടലൊക്കെ കഴിയുമ്പോഴേക്കും വെളുപ്പിന് ഏകദേശം 3:30-4 മണിയായി. നമുക്കിന്ന് രാവിലെയുള്ള വിശേഷങ്ങൾ കാണാം. മോർണിംഗ്. എങ്ങനെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക? എത്ര മണിക്കൂർ ഉറങ്ങിയ? ഉറങ്ങാൻ വേണ്ടി വന്നത് പിന്നെ ഇവിടെ പിന്നെ നിൽക്കേണ്ട ആവശ്യമുണ്ടാ? ഉറങ്ങിയ അങ്ങനെയുണ്ട്. നമ്മളെ വീഡിയോയിൽ കവറേജിൽ വരാത്താണ് അറിയും. എങ്ങനെയുണ്ട് പരിപാടി? സാർ ഉറങ്ങിയ ലിറ്റിൽ ടൈമെങ്കിലും ഉറങ്ങിയ ഉറക്ക ഉഷാറ്. നവാല് മറഞ്ഞാളില്ലേ വീഡിയോ വേണ്ടോക്കെ പിന്നെ ബൈലോൻ എടുക്കുകയില്ല കാര്യം. അങ്ങനെ മോർണിംഗ് ചായയും മുട്ടയും ബ്രെഡൊക്കെ കഴിച്ചിട്ട് നമ്മുടെ അൻവർ ഭായി ഇരിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്? ഉറക്കം നല്ലതായിരുന്നോ? രാത്രി 2-3 hours ഉള്ളി, എന്നാലും പ്രശ്നമില്ല, എൻജോയ് ചെയ്തു, അടിപൊളി. ഇസൊക്കെ ഉറക്കം കിട്ടിയാവനെ? നൈസ്. എത്ര മണിക്കൂർ ഉറങ്ങിയ? നൈസായിട്ട് ഉറങ്ങിയ. ലാസ്റ്റ് നോഫലിക്ക് വന്ന് ഞങ്ങളെ ബെഡ്ഷീറ്റെല്ലാം വലിച്ചെടുത്ത് ഫുള്ള് അവിടെ ഒരു ആധിപത്യം സ്ഥാപിച്ചാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റോടെ കുട്ടികൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ രാവിലെ തന്നെ നമ്മുടെ പൂക്കോയൊക്കെ അതുപോലെ തന്നെ ചിന്നു നാടൻ വർത്തമാനത്തിൽ നാടൻ വിശ്രദ്ധ പറഞ്ഞ് അവിടെ എന്തപ്പളം മറിക്കുന്നേ. ചിന്നു ഇങ്ങനെ മധുരം ഉണ്ടാ? പൂക്കോയ കഴിഞ്ഞ ഹരോണ്ടാ മധുരമില്ല? ഫച്ചാലോ ചിന്നു ബിരിയാണിക്കും അച്ചാർക്കും തിന്നണം, പിടിച്ചോ. അമ്മ സീനിയർ ഇവിടെ ആലോചിച്ചോ നടക്കുന്നേ. മുസ്ലിം എങ്ങനെ ഉറക്കല കൊണ്ടാണ് ഉഷാറ്? എന്നിത് മക്കളെ ബിരിയാണി റെഡിയാക്കോണ്ടേ അപ്പുറത്ത് ബ്രേക്ക്ഫാസ്റ്റ് പൊടി പൊളിക്കുന്ന ഇവിടെ നമ്മ മക്ക ഇവിടെ ചിക്കൻ കട്ട് ചെയ്തുകൊണ്ടുണ്ട്. നമ്മ പേരല്ലേ കൂടെ സിയാദൻ റിയാസൻ. അങ്ങനെ ചിക്കനെല്ലാം റെഡിയാണ്. നമ്മൾ ഉച്ചക്ക് ബിരിയാണിക്കുള്ള ചിക്കൻ സെറ്റായിക്കൊണ്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ കുറച്ച് മോർണിംഗ് ആക്ടിവിറ്റി ഉണ്ട്, മൈനർ ആക്ടിവിറ്റി. അത് കഴിഞ്ഞാൽ എല്ലാവരും നാട്ടിലെ കല്യാണത്തിന് ബിരിയാണി വെപ്പ് പോലെ ഒരുമിച്ചുള്ള വെപ്പ്. അത്ര തന്നെ. ഇതെല്ലാം കട്ടിയുള്ളതില്ല, പൊളിക്കൂന്ന്. നവാലെ ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ചുള്ള അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്. എല്ലാരും ഉച്ചക്കത്തെ ബിരിയാണിക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നല്ല വിഷയം. ഇങ്ക വന്നെ ഇതിനെ എങ്ങനെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് എങ്കെ മോനുണ്ട് സഹീല്, ആരുമില്ല. ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് മിണ്ടി കിട്ടാം, സെറ്റ്. ഇവിടെ റാസൽ ക്യാമ്പയിൽ നിന്നും ദഹലാൻ ചേരുന്നുണ്ട്. നിങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയുണ്ട്? സെറ്റ് ഹെൽത്ത് ബ്രേക്ക്ഫാസ്റ്റ്, നല്ല ടേസ്റ്റ്. ഇവിടെ നമ്മൾ മിസ്സായിപ്പോയവര് മെയിൻ ഒരാള് നമ്മളെ അഭിപ്രായം ചോദിക്കാണ്. ഉവൈസ് എങ്ങനെയുണ്ട് ബ്രേക്ക്ഫാസ്റ്റ്? എങ്ങനെയുണ്ട് മോനെ? സെറ്റ് സാദലി സെറ്റ്. ഇവിടെ മാറൂഫ് സ്ക്രീനിൽ വരാത്ത ആളാണെന്നാൽ ബ്രൗൺ എഗ്ഗില്ല. അബുദാബിയിൽ നിന്നും ഹുദൈഫ ചേരുന്നുണ്ട്. സെറ്റ് ബ്രേക്ക്ഫാസ്റ്റ്, ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്. ഇന്ന് ഇവിടെ പോകാനോ അല്ല ഇവിടെ നിൽക്കണോ ഒന്നും കൂടി? ബ്രേക്ക്ഫാസ്റ്റ് ലാസ്റ്റ് 4 മണി വരെ ഫുട്ബോൾ കളിച്ചും ഭാവിയും ടീം ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ആയിപ്പോ മന്നോട് ലാസ്റ്റ് 4 മണി വരെ ഭാവിക്ക് ഫ്രീ ചാൻസ് കിട്ടിയത്. ഭാവിയും പോസ്റ്റും മാത്രം ഗോളിയിലാണ്. ഒരു ഷെരട്ട വെച്ചാണെങ്കിൽ ഷെരട്ടൊക്കെ വേണ്ടി ഗോളായിപ്പോഴാണ്. പക്ഷെ ഭാവിക്ക് അടിച്ച് ഗോളാക്കി കിട്ടിയത്.
മാസുമെങ്കി വാ എടാ നോപ്പലോ സവാദ് ഇപ്പൊ ഒഴിച്ചു വിടുന്നത് ബ്രോനെ എടുത്ത് തോന്നി നേരത്തെ തോന്നില്ല ഓ നോപ്പലോ എടാ ഓ നോപ്പലോ ഓടി ഇടുന്നോണ്ടുണ്ട് ഏൽപ്പിച്ചിട്ട് രണ്ടാളെ അജി അജിയെ നോപ്പലോ നോപ്പലോടാ കളിച്ച് തളഞ്ഞ ഉറങ്ങി ഇപ്പോഴൊന്ന് നോപ്പല ഇനി ഉച്ചക്കലെ ഫുഡും കാണല്ലോ അതിനല്ലേ ഇന്ന് നമ്മളെ മെയിൻ ഉച്ചക്കത്തെ സ്പെഷ്യൽ തന്നെ ഇന്ന് മജ്ബൂസ് ചിക്കൻ മജ്ബൂസ് പൊളിക്കും പൊളിപ്പിക്കും അല്ല പിന്നെ പരിപാടി അല്ല പിന്നെ എത്ര പേർക്കുള്ള ബിരിയാണിയാണ് പ്രതീക്ഷിക്കുന്നത് 100 പേർക്കുള്ള ചിക്കൻ മജ്ബൂസ് ഉച്ചക്ക് ബിരിയാണിക്കുള്ള പ്രിപ്പറേഷനിലാണ് എല്ലാവരും ഉള്ളത്. അന്തരത്തിൽ നിന്നും മുഹമ്മദ് ഉവൈസ് ടിക്ടോക്കിലൂടെ ശ്രദ്ധേയ താരമാണ് ഉവൈസ്. ഇവിടെ ഫുട്ബോൾ കളിയിലൂടെ ശ്രദ്ധേയമായ താരമാണ്. കാറ്റലൻസിന്റെ അതുപോലെ ബ്ലാക്ക് ബെറിക്കൊക്കെ വേണ്ടി കളിക്കുന്ന പ്ലെയറാണ്. ഇവിടെ ഉള്ളിയെ കഴുത്ത് പിടിച്ച് കൊന്നുകൊണ്ടിരിക്കുന്നത് മുഹമ്മദ് റാഫി. അപ്പൊ ഇവിടെ ഹുദൈഫ ഉണ്ട്, ജസീം, ഷംസുദ്ദീൻ ഒന്ന് പൊളിക്കും. ഡിസ്പ്ലേ സെറ്റ് ചെയ്യുന്ന മേൽനോട്ടത്തിന് വേണ്ടി എല്ലാം ഇവിടെ മേൽനോട്ടത്തിലാണ് ഇവിടെ ബാസി നടക്കുന്നത്. ഇവിടെ സൂപ്പർവൈസർ ഏഴാളും അങ്ങനെ ചിക്കൻ മജ്ബൂസിലുള്ള ചിക്കൻ ഇത് ഹാഫ് ഫ്രൈയിലെ മുന്തനെ ബാക്കി ഫ്രൈയോ ബാക്കി ദമ്മിനുള്ളത് സെറ്റ് ആയിക്കോളും. മാഷാ അല്ലാ. അങ്ങനെയുണ്ടാ വടംവലിയാണ് ഗായ്സ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗായ്സ് സാധിക വിടുവായില്ല. ചോറ് ഫോട്ടോ അടിക്കാൻ മതി.
It's nice, very nice. പൊളി ക്ലാസ്മേറ്റ് സുഹൃത്തും അങ്ങനെ Alhamdulillah, khair. അടിപൊളി. സാർ ഫുഡ് എങ്ങനെ ഫുഡ് എങ്ങനെ ഉണ്ട് സവാസ് ഖാൻ ഫുഡ് ഏകദം മസ്ത് Oh, it's good. പരിപാടി അൽഹംദുലില്ലാ നല്ല രീതിക്ക് തന്നെ അവസാനിച്ചില്ല. എന്തായാലും അപ്പൊ നമുക്ക് പെട്ടെന്ന് നമ്മൾ പരിപാടി അവസാനിപ്പിക്കോളും. അപ്പൊ അതിനു മുന്നേ ആയിട്ട് ഒന്ന് സാദിഖ് അതുപോലെ റഹ്മത്ത് മുത്തൻ അവിടെ ക്ഷണിക്കുന്നത്. അപ്പൊ സാദിഖ് അപ്പൊ പ്രത്യേകിച്ച് നമ്മ കഴിഞ്ഞ നമ്മ കെട്ടുതീർക്കുന്നതിന് ഏറ്റവും സീനിയർ ആയിട്ടുള്ള നമ്മ ഒരു മൊമെന്റ് കൊടുത്തത്. അപ്പൊ ഈ ഒരു വർഷം നമ്മ ഇന്ന് യു എ ഏറ്റവും സീനിയർ ആയിട്ടുള്ള നമ്മ ഹുസൈൻ പോവാണ്. AP ഹുസൈൻ കഴിഞ്ഞ 27 വർഷമായിട്ട് ഇവിടെ യു എയിൽ ജോലി ചെയ്യുന്ന ആണ്. അപ്പൊ ഒരു മൊമെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സാദിഖ് വിളിച്ചത്. അപ്പൊ മൊമെന്റ് ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കും. കഴിഞ്ഞ പ്രാവശ്യം നാടും വീടും കൂട്ടുകാരും അതുപോലെ നമ്മളെ സഹപ്രവർത്തകരും ഇവരെല്ലാം പിരിഞ്ഞ് നമ്മൾ ഇത്രയും കാലം ദുബായിൽ ഒരുമിച്ച് താമസിച്ച് എനിക്ക് തന്നെ ഇത് 27 years എന്ന് പറയുമ്പോൾ അൺബിലീവബിൾ. Thank you very much for your all our Pravasi support. Thank you very much. നമ്മള് ഇന്ന് നിലവിൽ ഇപ്പൊ യു എയിൽ ഏറ്റവും കൂടുതൽ സീനിയർ ആയിട്ടുള്ള പൂക്കോയൊക്കെ എന്ന് ഇവിടെ ക്ഷണിക്കുന്നു. പൂക്കോയൊക്കെ നിലവിലെ സീനിയർ ആയിട്ടുള്ള റഹ്മത്തുള്ള മുത്തോനെ പൊന്നാനി അണിയിക്കാൻ വേണ്ടിയിട്ട് അല്ല വീഡിയോ ഇവിടെ അടുത്തതായിട്ട് സാദിഖിന്റെ പൊന്നാനി അണിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡോക്ടർ അബ്ദുസ്സലാമിനെ മസിൽ ഓടിച്ചോ. അപ്പൊ ഇങ്ങ രണ്ട് നന്ദി പ്രസംഗത്തിന് വേണ്ടിയിട്ട് ഇങ്ങ ക്ഷണിക്കും. വെച്ച പരിപാടിക്ക് എല്ലാവരും സഹകരണം ഉണ്ടായാലും വളരെ വളരെ നന്ദിയുണ്ട്. ഇൻഷാ അല്ലാഹ് ഇത്രയും ആൾക്കാരുടെ പ്രതീക്ഷയില്ല, എന്നാലും എല്ലാവരും വന്ന് 2 ദിവസം ഈ പരിപാടി വിജയിപ്പിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം ഇന്ത്യാക്കാട്ടിയും സാറോടുകൂടി നടത്താൻ അള്ളാഹു വിജയിക്കും.